വാഴച്ചാൽ മലക്കപ്പാറ റോഡിൽ കാട്ടാന ആക്രമണം. കാട്ടാനകൾ വിനോദസഞ്ചാരികളുടെ വാൻ പൂർണ്ണമായി തകർത്തു. പട്ടാമ്പിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോവുകയായിരുന്ന സംഘത്തിന്റെ വാഹനമാണ് തകർത്തത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച വാനാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. നിലവിൽ ഈ വാനിലെ ആളുകളുടെ എന്തെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, ഇന്നലെയാണ് പട്ടാമ്പിയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളടങ്ങിയ സംഘം ഈ വാനിൽ അതിരപ്പള്ളി മേഖലയിലേക്ക് യാത്ര തിരിച്ചത്. അതിരപ്പള്ളി കഴിഞ്ഞ് വാഴച്ചാലും കഴിഞ്ഞ് മലക്കപ്പാറ പോകുന്ന റോഡിലാണ് ഇത്തരത്തിൽ വാൻ കേടാകുന്ന ഒരു സാഹചര്യം എത്തിയത്. കേടായതോടെ വാഹനം വഴിയരികിൽ നിർത്തിയിട്ടു. നന്നാക്കാൻ മറ്റു വഴികളൊന്നും ഇല്ലാതിരുന്നതിനാൽ ഈ വിനോദസഞ്ചാരികൾ അതിരപ്പള്ളിയിലേക്ക് മാറി താമസിക്കാനായി രാത്രി അതിരപ്പള്ളിയിൽ തങ്ങാനായി അതിരപ്പള്ളിയിലേക്ക് മാറി. തുടർന്ന് രാവിലെ വാൻ നന്നാക്കാനായി എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ കാട്ടാനക്കൂട്ടം വാഹനം തകർത്ത നിലയിൽ കണ്ടെത്തിയത്. ഒരുപക്ഷെ ഇന്നലെ രാത്രിയോ അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെയോ ആയിരിക്കണം ഇത്തരത്തിൽ കാട്ടാന ഈ വാൻ ആക്രമിച്ചെന്നാണ് നിഗമനം. ഈ രാത്രി വാഹനം കേടായതിനെ തുടർന്ന് യാത്രക്കാർ മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. ആക്രമണ സമയത്ത് വാനിൽ ആരും ഇല്ലാതിരുന്നതിനാലാണ് ദുരന്തം ഒഴിവായത്. എന്തായാലും നമുക്കറിയാം, ഈ മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം വലിയ പുതുമയുള്ള കാര്യമല്ല. കാരണം അടിക്കടി ഇത്തരത്തിൽ വാഹനങ്ങൾ, വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് നേരെയും അതുപോലെ മറ്റു വാഹനങ്ങൾക്ക് നേരെയും ഒക്കെ കാട്ടാന ആക്രമണം ഉള്ള ഒരു പ്രദേശം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കബാലി എന്ന് പറയുന്ന അവിടുത്തെ ഒരു ഒറ്റയാനുണ്ട്. സ്ഥിരമായി റോഡിലിറങ്ങുകയും വാഹനങ്ങൾ തടയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ആനയാണ്. വാഹനങ്ങൾ ആക്രമിക്കുന്ന രീതിയിലേക്കൊക്കെ നേരത്തെ മുൻകാലങ്ങളിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു കഴിഞ്ഞ ദിവസം നിരവധി വാഹനങ്ങൾ, KSRTC ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഒട്ടേറെ സമയം ഈ ആന നടുറോഡിൽ ഇറങ്ങി നിന്ന് വാഹനങ്ങൾ തടഞ്ഞു എന്നൊരു വാർത്തയൊക്കെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളൊക്കെ കൊടുത്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിൽ വിനോദസഞ്ചാരികളുടെ വാഹനം, വാൻ, വലിയൊരു വാനാണ്, ദൃശ്യങ്ങളിൽ കാണാം. അത് ആനക്കൂട്ടമാണ് ഇത്തരത്തിൽ ആക്രമിച്ചതെന്നാണ് കരുതുന്നത്. കാരണം ഒരു ആന ആയിരിക്കില്ല. കാരണം വാനിന്റെ ഭൂരിഭാഗം ഭാഗവും ആന ഇടിച്ചും കുത്തിയും ഒക്കെ തകർത്ത നിലയിലാണ്. ഇന്ന് രാവിലെ ഈ വാൻ നന്നാക്കി ഇവർ മലക്കപ്പാറയിലേക്കുള്ള യാത്ര തുടരാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ വാൻ ആക്രമിച്ച് ഈ കേടുപാടുകൾ വരുത്തിയിട്ടിരിക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത്. നമുക്കറിയാം, കുറച്ചു നാളുകൾക്ക് മുൻപാണ് മലപ്പുറത്ത് നിന്ന് സമാന രീതിയിൽ മറ്റൊരു വിനോദസഞ്ചാര കുടുംബം ഇത്തരത്തിൽ കാറിൽ വരുന്ന സമയത്ത് കാട്ടാന ആ കാറ് അന്ന് ആക്രമിച്ചിരുന്നു. അന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർക്ക് പരിക്കേൽക്കാതെ വാഹനം ഉടൻ അവിടെ നിന്ന് എടുത്തു പോകാൻ കഴിഞ്ഞതിനാൽ മാത്രമാണ് അന്ന് അവർ രക്ഷപ്പെട്ടത്. ഇന്നും ഈ സമാന രീതിയിലാണ് വാനിൽ യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ മാത്രമാണ് ഒരു ദുരന്തം ഒഴിവായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ആളുകൾക്കൊക്കെ പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായേനെ. ആ വാഹനത്തിന്റെ അവസ്ഥ അങ്ങനെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവസ്ഥ കണ്ടാൽ അങ്ങനെ വേണം മനസ്സിലാക്കാൻ. കാരണം വാനിന്റെ വശങ്ങളും പുറകുവശവും എല്ലാം ഇടിച്ചും കുത്തിയും ഒക്കെ തകർത്ത നിലയിലാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഭാഗ്യവശാൽ മറ്റ് ആളപായം ഒന്നുമില്ല എന്നതാണ് ഏക ആശ്വാസകരമായ കാര്യം. ദീപ്തി. ശരി അനീഷ്. വാഴച്ചാൽ മലക്കപ്പാറ റോഡിൽ കാട്ടാന ആക്രമണം. കാട്ടാനകൾ വിനോദസഞ്ചാരികളുടെ വാൻ പൂർണ്ണമായും തകർത്തു. പട്ടാമ്പിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോവുകയായിരുന്ന സംഘത്തിന്റെ വാഹനമാണ് തകർത്തത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.